ഏത് മെഷീൻ വാങ്ങിക്കും എന്ന് ഡൗട്ടുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ ടേബിൾ ടോപ്പ് മെഷീനെ കുറിച്ചിട്ട് പറയാം. ഇത് ഉഷയുടെ അല്ലൂർ DLX എന്ന് പറയുന്ന മെഷീനാണ്. ഇതിൽ നമുക്ക് നോർമൽ സ്റ്റിച്ച് മാത്രമല്ല ഒരുവിധം എല്ലാ എംബ്രോയ്ഡറി സ്റ്റിച്ചും ഇതിൽ അവൈലബിൾ ആണ്. സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാം, റോൾഡ് ഹെം ചെയ്യാം, പിന്നെ ബട്ടൺ ഹോൾസ് ചെയ്യാം. അങ്ങനെ ഒരുവിധം എല്ലാം ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് ഫുഡ്സും അവൈലബിൾ ആണ്. കുറച്ചധികം ഫുഡ്സ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ മെഷീനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പവർ മെഷീനാണ്. ജാക്കിൻ്റെ A2B എന്ന് പറയുന്ന ഈ മോഡൽ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് 2 വർഷമായി. ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഇല്ല. ഇത് നമുക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം 5000 കുറഞ്ഞത് 200 ആണ്. ഒരു ബിഗിനേഴ്സിന് പോലും നല്ല ഈസിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വാങ്ങിക്കുമ്പം ഈ ഒരു ഫൂട്ടും 2 സ്ക്രൂ ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എക്സ്ട്രാ ഫൂട്ട്സൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിലും കുറച്ചധികം ഫൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. റോൾഡ് ഫൂട്ട് ഉണ്ട്, സിബ്ബർ ഫൂട്ട് ഉണ്ട്, ഗ്യാദേഴ്സ് ഫൂട്ട്, ബീഡഡ് ഫൂട്ട്, പിന്നെ 3-in-1 ഫൂട്ട്, പൈപ്പിംഗ് ഫൂട്ട്, അങ്ങനെ കുറച്ച് ഫൂട്ട്സൊക്കെ അവൈലബിൾ ആണ്. രണ്ട് മെഷീനിലും കൂടി ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ആവശ്യത്തിനൊക്കെ വല്ലപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ ടേബിൾ ടോപ്പ് മെഷീൻ നല്ലതാണ്. എന്നാൽ പുറത്തൊക്കെ കൊടുക്കാൻ പ്രൊഫഷണലി കുറച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ മെഷീനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഒരു ബൊട്ടിക്ക് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മെഷീനും ആവശ്യമാണ്.